44ാമത് ബിഷപ്പ് വെല്ലിൽ ഓൾ കേരള ഇന്റർ കൊളീജിയറ്റ് വോളിബോൾ ടൂർണമെന്റിന് പാലാ സെന്റ് തോമസ് കോളേജിൽ തുടക്കമായി. ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ മത്സരങ്ങളുടെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും മാണി കാപ്പൻ MLA നിർവഹിച്ചു. എൻ്റെ കയ്യിലാണ് ആദ്യം 1ാം സമ്മാനം ട്രോഫി പിതാവ് തരുന്നത്. അന്നോട് പറഞ്ഞു, ഈ രംഗം വിട്ടു പോകരുത്, വലിയൊരു ഭാവി ഈ ഇനത്തിലുണ്ടെന്ന് പറഞ്ഞാൽ പിതാവ് പറഞ്ഞു കേട്ട് അങ്ങനെ അത് നയിക്കാൻ സാധിച്ചു. ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചരിത്രമുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കോളേജ് ടീം ഓൾ ഇന്ത്യ വോളിബോൾ ടൂർണമെൻറ്റ് വിൻ ചെയ്തത് സെൻറ് തോമസ് കോളേജ് മാത്രമാണ്. ഇന്ത്യയിലെ പ്രഗത്ഭരായ എല്ലാ ടീമുകളെയും പരാജയപ്പെടുത്തി ജിമ്മി ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള, നിങ്ങളാരും കണ്ടിട്ടില്ല, ജിമ്മി ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് അന്ന് സെൻറ് തോമസ് കോളേജിന് വേണ്ടി കളിച്ചത്. ആ ജിമ്മി ജോർജ് ലോകത്തിലെ 1ാം നമ്പർ കളിക്കാരിൽ ഒരാളായി മാറി. ഇറ്റലിയിൽ വെച്ചുള്ളൊരു കാറാപകടത്തിൽ നിര്യാതനായ അദ്ദേഹം ഈ കോളേജിൻ്റെ ഓർമ്മകളിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ്. വോളിബോൾ മാത്രമല്ല, മറ്റെല്ലാ തലങ്ങളിലും, കായിക രംഗത്തും കലാരംഗത്തും ഒക്കെ, സെൻറ് തോമസ് വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ സെൻറ് തോമസ് കോളേജിൽ ഒരു വ്യക്തിത്വമുണ്ട്. അതുതന്നെയാണ് ഈ കോളേജിൻ്റെ ഒരു പേരും പ്രസിദ്ധിയും. പ്രിൻസിപ്പൽ ഡോക്ടർ CB ജെയിംസ് അധ്യക്ഷനായിരുന്നു. നഗരസഭാംഗം ജിമ്മി ജോസഫ് ആശംസാ സന്ദേശം നൽകി. ദർശൻ ജോർജ് സ്വാഗതവും നിയ ബിജു നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ പാലാ സെന്റ് തോമസ് കോളേജും CMS കോളേജ് കോട്ടയവും തമ്മിലായിരുന്നു ആദ്യ മത്സരം. ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ സെന്റ് സ്റ്റീഫൻസ് കോളേജ് പത്തനാപുരം അങ്കമാലി ഡീപോൾ കോളേജിനെ നേരിടും. പുരുഷ വനിതാ വിഭാഗങ്ങളായി കേരളത്തിലെ പ്രമുഖ കോളേജ് ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് 26-ന് സമാപിക്കും.